നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിൻ, സംസ്ഥാന സർക്കാർ അവരുടെ സർവീസിലുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള ജോലിക്കാരെ സ്ഥിരമായിട്ട് നിയമിക്കാൻ പോവുകയാണ്. 10 വർഷം പൂർത്തിയാക്കിയവരെ. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഇത് സത്യം പറഞ്ഞാൽ ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇത്തരത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനത്തിൽപ്പെട്ടവരെ അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നവരെ കയറ്റുന്നത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പും കേരളത്തിൽ സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വലിയൊരളവിൽ ആളുകളെ സർക്കാർ സർവീസിലേക്ക് നിയമിക്കുന്നത് ഒരു പക്ഷേ ഇടതുപക്ഷ സർക്കാർ തന്നെയായിരിക്കും. അതിൻ്റെ പലവിധ ആക്ഷേപങ്ങളും കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയ്ക്ക് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് തിരികെ കയറ്റിയ സംഭവങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുക തന്നെ സർക്കാരിന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ജോലി കൊടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത സർക്കാരിനുണ്ട്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം സർക്കാരിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർക്ക് ഓരോ വ്യക്തി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഫാമിലി എന്ന നിലയ്ക്ക് വരുമ്പോഴത്തേനും കൂടുതൽ വോട്ട് കിട്ടുക എന്നുള്ളതിൻ്റെ തങ്ങളോട് അടിമപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സൂചിപ്പിക്കുക, അതുമൂലം ആ വോട്ട് നേടുക. അപ്പൊ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇത് പാർട്ടി പ്രവർത്തകർ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നേരിട്ട് അറിയാവുന്നവരൊക്കെ തന്നെ ആയിരിക്കണം. കാരണം ഇത്തരത്തിൽ 10 വർഷമായിട്ട് ജോലി സ്ഥിരമാകാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ജോലി സ്ഥിരമായി കിട്ടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും അവരെന്താ ചിന്തിക്കുക? തീർച്ചയായിട്ടും ഓക്കെ, ഞങ്ങൾക്ക് ജോലി തന്ന ഈ സർക്കാരാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും വോട്ട് ചെയ്യാം എന്നുള്ളൊരു നിലയിലേക്ക് അവരും അവരുടെ കുടുംബവും എത്തുമെന്നുള്ളതാണ് ഇതിനകത്തൊരു വസ്തുത എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ വലിയൊരു ശതമാനം വോട്ട് അങ്ങോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സർക്കാരുകൾക്ക് അറിയാം. അതെല്ലാ സർക്കാരും അങ്ങനെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ MLA-മാരാണെങ്കിലും MP-മാരാണെങ്കിലും അവരുടെ ശുപാർശ പ്രകാരം പല ആളുകളെയും ഇങ്ങനെ ജോലിക്ക് കയറിയ സംഭവങ്ങൾ നമ്മുടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപം കേട്ടിട്ടുള്ളൊരു പാർട്ടി തീർച്ചയായിട്ടും ഇടതുപക്ഷ പാർട്ടിയും പ്രധാനമായിട്ടും CPM തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ കേട്ടിട്ടുള്ളത്. ഇപ്പം ഈ ഒരു ഒഴിവുകൾ വരുന്നത് സാംസ്കാരിക വകുപ്പിലാണ് ഇത്തരം നിയമനങ്ങൾ ഇനി നടക്കാൻ പോകുന്നത്. അപ്പം വലിയൊരു അളവിലാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് നമുക്ക് പുറത്തു വരുന്ന വാർത്തകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം സാംസ്കാരിക വകുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ ഇതൊന്നും ക്വാളിഫിക്കേഷൻ ഒന്നും വേണമെന്നൊന്നുമില്ല. കാരണം അത്ര വലിയ സംഭവങ്ങളൊന്നും അല്ല അവിടെ നടക്കുന്നത്. അപ്പോൾ സാംസ്കാരിക വകുപ്പ് എന്ന് പറയുമ്പോഴത്തേന് അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികളും അതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളൊക്കെ തന്നെ നടക്കണം. വലിയ അതായത് പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരത്തില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ സാംസ്കാരിക വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാൽ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് സർക്കാരിൻ്റെ ശമ്പളവും ആനുകൂല്യങ്ങളും കിട്ടുമെന്നുള്ളൊരു ഗുണവും ആ ഒരു വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വകുപ്പുകളെ തെരഞ്ഞു പിടിച്ച് ജോലിക്കാരെ നിയമിക്കുന്ന ഒരു സ്ഥിതിയിലോട്ട് സർക്കാർ പോകുന്നത്. അപ്പം പക്ഷേ ഇതോടൊപ്പം തന്നെ മറ്റു വകുപ്പുകളുടെ പട്ടിക ഉടനെ കൊടുക്കണമെന്ന് അതെ, വകുപ്പുകളുടെ പട്ടിക ഉടനെ തന്നെ കൊടുക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഉടൻ തന്നെ അത് സംഭവിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഈ സാംസ്കാരിക വകുപ്പിനെ ലക്ഷ്യമിടുന്നത് പ്രധാനമായിട്ടും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ പോലീസിലാണ് ഇത്തരത്തിൽ നിന്നുള്ള നിയമനങ്ങൾ നടക്കുമ്പോഴത്തേനും അവിടെ പ്രശ്നമാകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. കാരണം പോലീസിലെ രാഷ്ട്രീയവൽക്കരണം ഇതിനു മുമ്പും കേരളം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം അത് പക്ഷെ ചെറിയൊരു കാര്യമല്ലല്ലോ. എക്സാം എഴുതാത്തവരൊക്കെയല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ നാട്ടിലൊരു അവസ്ഥ അറിയാലോ. PSC ടെസ്റ്റ് എഴുതി മാസങ്ങളോളം വർഷങ്ങളോളം കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ലിസ്റ്റ് പേര് വന്നിട്ടും റാങ്ക് ലിസ്റ്റ് പേര് വന്നിട്ടും അല്ലെങ്കിൽ മുൻഗണന ഉണ്ടായിട്ട് പോലും പലർക്കും ജോലി കിട്ടാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പം കുറെ കാലം റിസൾട്ട് വന്നതിന് ശേഷം ലിസ്റ്റിലുണ്ടായിട്ടും കുറെ നാളുകൾക്ക് ശേഷം അത് തള്ളിപ്പോകുന്ന അവസ്ഥകളും ഒരുപാടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ PSC പരീക്ഷയ്ക്ക് വിളിക്കുന്ന ഇത്ര ഒഴിവുകൾ വരുമ്പോഴാണ് സാധാരണ PSC എക്സാമുകൾ വിളിക്കുന്നത്, പരീക്ഷ നടത്തുന്നത്. പക്ഷെ എന്നാൽ പോലും നടത്തി കഴിഞ്ഞാൽ ഈ സ്ഥാപനങ്ങളിൽ ഏതൊക്കെ സ്ഥാപനങ്ങളിലാണോ ഒഴിവുകൾ എന്ന് അത് കൃത്യമായി കൈമാറാൻ ഈ വകുപ്പുകൾ തയ്യാറാകില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നത്. അപ്പം ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് PSCക്ക് തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്തൊരു വസ്തുത എന്ന് പറയുന്നത്. എന്നാൽ പോലും ഇത്തരം നിയമനങ്ങൾ നടക്കേണ്ട സമയമാകുമ്പോൾ എങ്ങനെയാണ് ഇവർ തള്ളിപ്പോകുന്നത് എന്നതിനെ പറ്റി നമ്മൾ പലപ്പോഴും ആലോചിക്കണം. കാരണം വെച്ചാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള തിരികെ കയറ്റലുകൾ പലപ്പോഴും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്. പലപ്പോഴും ഇപ്പോൾ ഒരു വകുപ്പിൽ ഇത്ര ഒഴിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതേ വകുപ്പിൽ തന്നെ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന കരാർ ജീവനക്കാരും ഉണ്ടാകും. അപ്പം അവർക്ക് ഈ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ
ആ ഒരു ജോലി പ്ലേസ്മെന്റ് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ പഠിച്ചെഴുതിയവരുടെ പുറത്താകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങളും വാർത്തകളും ഇതിനു മുമ്പ് പുറത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മറ്റേ CPO ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ശയന പ്രദക്ഷിണം നടത്തുന്ന ഉൾപ്പെടെയുള്ള പല സംഭവങ്ങളും കഴിഞ്ഞിടയ്ക്കാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനിടയ്ക്കാണ് സർക്കാർ ഇങ്ങനെ ഒരു ഇതും കൂടെ കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും അത് ആലോചിക്കേണ്ടത് സർക്കാർ തന്നെയാണ്. ഇത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ആലോചിക്കേണ്ട സർക്കാർ തന്നെയാണ്. ഇതിനകത്ത് കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. ഇപ്പം നമുക്കറിയാം 35-40 ലക്ഷത്തോളം പേരാണ് ഒരു വർഷം കേരള PSC എഴുതുന്നവർ. അപ്പം രജിസ്റ്റർ ചെയ്തിട്ടുള്ള അത്രയും പേരുണ്ട്. അപ്പം ഓരോ പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പരീക്ഷ എഴുതിക്കൊണ്ട് വരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിലാകുന്ന ഇത്രത്തോളം ആളുകളെയാണെന്നുള്ള ബോധം തിരിച്ചറിവ് സർക്കാരിന് ഉണ്ടാവേണ്ടത്. പക്ഷെ സർക്കാരിന് അത്തരക്കാരുടെ വൈകാരികമായിട്ടുള്ള ഇമോഷൻസിനൊന്നല്ല സർക്കാർ പ്രാധാന്യം നൽകുന്നത്. അവർക്ക് ഈ ഒരു സമയത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് വോട്ട് തന്നെയാണ് പ്രധാനം. അതുകൊണ്ടാണല്ലോ അതാ പറഞ്ഞത്, ഈ വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കപ്പെടുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഉദാഹരണത്തിന് ഇപ്പം ദൃശ്യക്ക് ഇപ്പം ഒരു ഇതുപോലെ ജോലി കിട്ടുക എന്ന് വിചാരിക്കും. പിൻവാതിൽ നിയമനങ്ങളുടെ ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദൃശ്യ തീർച്ചയായിട്ടും പിന്നീട് വോട്ട് ചെയ്യുമ്പോൾ പരിഗണിക്കുക തീർച്ചയായിട്ടും ഏത് സർക്കാരാണ് എന്നിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരും ദൃശ്യയുടെ ഫാമിലി എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മളെ അടുത്തറിയുന്ന ആളുകളൊക്കെ പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആളുകളും നമുക്കും ഇങ്ങനെ ഒരു ഗുണം ഉണ്ടായേക്കാമെന്ന് സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അവരും ഇത്തരത്തിലുള്ള പുറകെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ അതൊരു ട്രാപ്പായിട്ട് തന്നെ സർക്കാരുകൾ കൊണ്ടുപോകുന്നൊരു നിലപാടാണ്, ഒരു പരിപാടിയാണത്. അപ്പം തീർച്ചയായിട്ടും ഇതിൽ സർക്കാരിന് ഗുണമുണ്ട്, സർക്കാരിനും പാർട്ടികൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് ഗുണമുണ്ട്. പക്ഷെ നാട്ടുകാർക്ക് ഗുണമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാനിപ്പോൾ പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് ഞാൻ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുമ്പോഴത്തേനും പ്രായം കൂടുന്നു, അങ്ങനെ പല ആവശ്യങ്ങൾ എനിക്കുണ്ട്, അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും ബുദ്ധിമുട്ടിലാകുന്ന സാധാരണ പഠിച്ചെഴുതുന്ന ഈ പറഞ്ഞ പാർട്ടികളൊന്നും ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അങ്ങനെയാണ് ഈ പറയുന്ന കുട്ടികൾ ഇവിടെ വിട്ട് പോകുന്നതിൻ്റെ പ്രധാന കാരണം അത് തന്നെയാണ്. ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ഇപ്പം നമ്മളെപ്പോലെയുള്ള ഈ 90s ജനിച്ച കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പം നാട്ടിൽ നിലനിൽക്കുന്നുള്ളത്. ഇപ്പം 2000-ന് ശേഷം ജനിച്ച പല കുട്ടികളും ജെൻസി എന്നൊക്കെ പറയുന്ന വകുപ്പിൽപ്പെടുന്ന കുട്ടികൾ പലരും ഇവിടെ നിന്ന് നിൽക്കാത്തതിൻ്റെ പ്രധാന കാരണം അതുകൊണ്ട് തന്നെയാണ്. അവർ നാട്ടിൽ നിന്ന് പോവുകയാണ്. +2 കഴിയുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, അത് നല്ല യൂണിവേഴ്സിറ്റി ഒന്നും അല്ലെന്ന് അവർക്ക് പോലും അറിയാം, കാലിത്തൊഴുത്ത് പോലത്തെ ഒരു കെട്ടിടം ഉണ്ടാക്കി വെച്ചിട്ട് യൂണിവേഴ്സിറ്റി ആണെന്ന് പേരിട്ട് വിളിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ പറഞ്ഞ UK-ലൊക്കെ ഉണ്ട്. അപ്പം ഇവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് വിസ ഒപ്പിക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു അഡ്മിഷൻ കിട്ടിയതിന് ശേഷം ഇവിടുന്ന് നേരെ പോവുക ഇതുങ്ങളെല്ലാം. വന്നായിരുന്നു ഒരു ട്രോള് പോലെ വന്നായിരുന്നു. നമ്മൾ PSCക്ക് പഠിക്കുന്നല്ല ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ CPM-ന്റെ ഏതെങ്കിലും ഒരു പാർട്ടി സമ്മേളനത്തിൽ അല്ലെങ്കിൽ പാർട്ടി സമരത്തിൽ പങ്കെടുത്താൽ മതി എന്ന് പറഞ്ഞ ട്രോള് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ SI റാങ്ക് ലിസ്റ്റിൽ വന്ന ട്രോളുകളൊക്കെ അങ്ങനെ നടക്കുന്നു. പക്ഷെ ട്രോളുകളൊന്നും അവർ ഗൗനിക്കാറില്ലല്ലോ. കാരണം ട്രോളുകളുടെ ഒരു ഇതെന്താണെന്ന് അറിയാം. ഒരു ട്രോള് വന്ന് അടുത്ത ട്രോള് വരുമ്പോൾ തീരാനുള്ളതൊക്കെ അത് ചിന്തിക്കേണ്ട കാര്യം തന്നെയല്ലേ, അതുമായി ചേർത്ത് അതെ, സർക്കാരും പാർട്ടികളും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ്. അപ്പം അവരെ സംബന്ധിച്ച് ഇപ്പം സർക്കാരിനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല, അല്ലെങ്കിൽ പാർട്ടികളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ അവരതിനെ വീണ്ടും ഗൗനിക്കാറില്ല. ഇത്തരം പരിപാടികൾ വീണ്ടും തുടർന്ന് പോകും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ഈ കുട്ടികളെല്ലാം പുറത്തേക്ക് പോവാണ്, അവരും അടുത്തിട്ട് ഇവിടുന്നിട്ടിട്ട് പോവുകയാണ്. അവിടുന്ന് പോയിട്ട് അവർ പഠിച്ച് വലിയ ഡിഗ്രി മേടിച്ചിട്ട് നാട്ടിന് വേണ്ടി പണിയെടുക്കൊന്നുമില്ല. അവരവിടെ പോയിട്ട് അവിടെ നിൽക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലിക്ക് കയറുക, അവിടെ നിൽക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുക, അങ്ങനെ പിടിച്ച് കയറി പോകുന്നവരാണ് ഈ പലരും. അവര് പിന്നെയും കൂടി തിരിച്ചു വരുന്നില്ല. അതാണ് അവർ അവിടെ തന്നെ അവർ തന്നെ PR ഒപ്പിച്ച് അവിടെ തന്നെ കഴിഞ്ഞുകൂടാനുള്ള പരിപാടിയായിട്ടാണ് ഈ പിള്ളേർ പോണത്. അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരം പ്രതിഷേധങ്ങൾ സത്യം പറഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ചൊരു പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള നിയമനങ്ങൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആവശ്യമായ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ ഇത്തരത്തിൽ സർവീസുകളിലേക്ക് തിരികെ കയറ്റിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം അതുകൊണ്ട് തന്നെയാണ്. ഇപ്പം ഇനിയും അത് തുടരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത് അവരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല.